നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള പൊതുപരിപാടികൾ ഒഴിവാക്കി അടൂരിലെ വീട്ടിൽ തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാജി പ്രഖ്യാപിച്ചതിന് പിന്നാലെ വന്ന ആരോപണങ്ങൾക്കൊന്നും ഇതുവരെ രാഹുൽ പ്രതികരണം നടത്തിയിട്ടില്ല. രാഹുലിന്റെ വീടിന് മുന്നിൽ മാധ്യമങ്ങൾ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ്. എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിലോ നവമാധ്യമങ്ങളിലോ പ്രതികരിക്കാൻ യുവ MLA ഇതുവരെ തയ്യാറായിട്ടില്ല. ശബ്ദരേഖയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ തുടർന്നെങ്കിലും രാജി പ്രഖ്യാപിച്ച ശേഷം രാഹുൽ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. അടൂരിലെയും പാലക്കാട് മണ്ഡലത്തിലെയും പൊതുചടങ്ങുകളും സ്വകാര്യ ചടങ്ങുകളും രാഹുൽ ഒഴിവാക്കി. രാജിപ്രഖ്യാപനത്തിന് പിന്നാലെയും പുതിയ ആരോപണങ്ങളും പരാതികളും ഉയർന്നു വന്ന സാഹചര്യത്തിൽ കടുത്ത പ്രതിരോധത്തിലാണ് രാഹുലും അനുയായികളും. മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ പുതിയ പരാതിയിൽ മറുപടി നൽകാൻ നിർബന്ധിതനാകും. ഇതിനു പുറമെ ശബ്ദരേഖയിലും വ്യക്തത വരുത്തേണ്ടി വരും. ഈ സാഹചര്യം ഒഴിവാക്കാനാണ് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നും രാഹുൽ മാറി നിൽക്കുന്നതെന്ന ആക്ഷേപവും ശക്തമാണ്. പാലക്കാട് പ്രതിഷേധങ്ങൾ കുറയുന്ന മുറയ്ക്ക് മണ്ഡലത്തിലേക്ക് പോകാനാണ് രാഹുലിന്റെ കണക്കുകൂട്ടൽ. അതേസമയം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പത്തനംതിട്ടയിലും അടൂരിലും. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിലേക്ക് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇന്നലെ മാർച്ച് നടത്തിയിരുന്നു. രാഹുലിന്റെ വീടിന് മുറ്റത്തുവരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്നലെ പ്രതിഷേധവുമായി എത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ വീടിന് മുന്നിൽ പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്.